എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ ഹീറോ അവൻ നൈറ്റയെ ചിരിപ്പിക്കാൻ വേണ്ടി ആൽമൈറ്റിനെ പോലെ അഭിനയിച്ച് വമ്പൻ ചിരിയൊക്കെ വെച്ച് കാച്ചും. പക്ഷെ നൈറ്റയ്ക്കാണെങ്കില് അത് കണ്ട് കലി കയറും. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് ആൽമൈറ്റ് ചുരിക്കുട്ടനെ കളിയാക്കും. നൈറ്റൈ ഇപ്പോ ഹീറോയുടെ മുഖം അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവന്റെ മുഖം കറക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഹീറോ ആ റൂം മുഴുവൻ ചിരിക്കുട്ടന്റെ ഒരുപാട് ഫോട്ടോ കാണുക. അപ്പൊ അവന് മനസ്സിലാവും ഈ നൈറ്റൈ ചിരിക്കുട്ടന്റെ ഒരു കട്ട ഫാനാണ്. നൈറ്റൈ പറയും, എനിക്ക് നിന്നെ തീരെ ഇഷ്ടായില്ല, നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് പുറത്തു പോകണം. അത് കേട്ട് ഹീറോ അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങും. വർഷങ്ങൾക്ക് മുൻപ് ഒരു നദിയില് ഒരു ചിന്ന പയ്യൻ അവൻ എങ്ങനെയോ വീണുപോയി. അവന് രക്ഷപ്പെടാനാവാതെ അവൻ അവിടെ കിടന്ന് കൈയിട്ടടിച്ചപ്പോ അവനെ രക്ഷപ്പെടുത്തിയത് സാക്ഷാൽ ചിരിക്കുട്ടനാണ്. അന്ന് ചിരിക്കുട്ടൻ ചിരിച്ച അതേ ചിരിയാണ് ഞാനിപ്പോ നിനക്ക് മുൻപില് ചിരിക്കാനായിട്ട് ശ്രമിച്ചത്. അത് കേട്ട് ഇപ്പൊ നൈറ്റൈ അവൻ വല്ലാണ്ട് അങ്ങോട്ട് ഇംപ്രസ് ആവും. നമ്മുടെ ചുന്ദരക്കുട്ടൻ അവൻ വണ്ടടിക്കും. കാരണം നമ്മുടെ ചെക്കൻ അവൻ പറഞ്ഞ പോലെ സെക്കൻഡുകൾ കൊണ്ട് നൈറ്റയെ കയ്യിലെടുത്തു. അതിനുശേഷം നൈറ്റൈ ഇപ്പൊ ഹീറോയോട് അവൻ വന്ന കാര്യം കറക്റ്റായിട്ട് ചോദിച്ചു മനസ്സിലാക്കും. അവൻ പറയും, ഞാൻ US സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ആണ്. ഇവിടെ ഇന്റേൺഷിപ്പിന് വേണ്ടി ചിരിക്കുട്ട മാസ്റ്ററാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. അത് കേട്ട് നൈറ്റൈ ഇപ്പൊ അവന്റെ ആപ്ലിക്കേഷൻ ഫോമില് സ്റ്റാമ്പൊക്കെ പതിപ്പിച്ച് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതൊന്നായിട്ട് അവന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. നീ 15 ഡേയ്സ് ഇവിടെ ഉറപ്പായിട്ടും വർക്ക് ചെയ്യണം. ഞാൻ പറയുന്ന വർക്ക് എന്തോ അതൊരു മുടക്കവും കൂടാതെ നീ കറക്റ്റായിട്ട് ചെയ്യണം. അത് ഫ്രീ ആയിട്ടായിരിക്കില്ല. അത്രയും ദിവസത്തെ സാലറി അത് ഉറപ്പായിട്ടും നിനക്ക് കിട്ടും. അങ്ങനെ ഓരോരോ കണ്ടീഷൻസ് ആയിട്ട് ഇപ്പൊ നൈറ്റൈ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെല്ലാം നമ്മുടെ ചെക്കൻ ഒരക്ഷരം പോലും മിണ്ടാതെ ഇപ്പൊ തലയാട്ടും. അവസാനമായിട്ട് ആ സീലെടുത്ത് അവന്റെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നൈറ്റൈ അടിക്കാൻ പോവും. പക്ഷെ അവൻ കൈ തെറ്റിച്ച് ഇപ്പൊ ടേബിളിലായിരിക്കും ആ ഒരു സീൽ അടിക്കുക. നൈറ്റൈ അവനോട് പറയും, നീ ഇവിടെ ജോയിൻ ചെയ്താ നിനക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിനക്ക് US സ്കൂളിൽ പോകണ്ട, അവിടുത്തെ ആക്ടിവിറ്റീസ് ചെയ്യണ്ട, ഹോംവർക്ക് ചെയ്യണ്ട. മാത്രമല്ല ഇവിടെ നിന്ന് നിനക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിങ് കിട്ടും. അതിനെല്ലാം ഉപരിയായിട്ട് നീ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നിനക്ക് പേയ്മെന്റും ഉണ്ടാവും. ഏറ്റവും അവസാനം നിനക്ക് സൂപ്പർ ഹീറോ ലൈസൻസും സൂപ്പർ ഹീറോസിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള പെർമിഷനും കിട്ടും. പക്ഷെ അതുകൊണ്ട് എനിക്കെന്ത് ഗുണം? എനിക്കില്ലെങ്കിലും സമൂഹത്തിന് വേണ്ടി നിനക്ക് എന്താ ചെയ്യാൻ കഴിയുക? അതിന് നമ്മുടെ ചെക്കൻ ചോദിക്കും, ഞാൻ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് മാസ്റ്റർ ഇപ്പൊ ആഗ്രഹിക്കുന്നത്? അതിന് നൈറ്റൈ പറയും, ഒന്നുമില്ല, നിന്റെ എബിലിറ്റി അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ ഒരു ചെറിയ ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നിനക്ക് തരാൻ പോവാണ്. നിനക്ക് ഞാൻ 3 മിനിറ്റ് സമയം തരും. അതിനുള്ളില് എന്റെ കയ്യിലുള്ള ഈ സീല് അത് നീ അടിച്ചു മാറ്റി നിന്റെ പേപ്പറിൽ നീ സീല് വെക്കണം. നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ബാറ്റില് ഞാൻ നിന്നെ അടിക്കില്ല. പക്ഷെ അറിയാതെ നിന്റെ കൈയും കാലും ഒടിഞ്ഞ എന്നെ കുറ്റം പറയാൻ പാടില്ല. ഈ ബാറ്റിലിന് നീ ഓക്കെ ആണോ? അത് കേൾക്കേണ്ട താമസം ഇപ്പൊ നമ്മുടെ ചെക്കൻ പറയും, ഞാൻ 2 വട്ടം റെഡിയാണ്. പക്ഷെ നമ്മുടെ ചെക്കന് നൈറ്റയുടെ പവറോ എബിലിറ്റിയോ ഒന്നും തന്നെ അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, എന്റെ പവർ അതെനിക്കറിയാം. ഉറപ്പായിട്ടും എന്റെ ലക്ഷ്യം ആ സീലാണ്. അത് ഞാൻ അടിച്ചു മാറ്റൂന്ന് പറഞ്ഞ് അവൻ ഫുൾ സ്പീഡിൽ ഓടി വന്ന് നൈറ്റയുടെ കയ്യിൽ നിന്ന് ആ സീല് അത് തട്ടിപ്പറിക്കാൻ ശ്രമിക്കും. പക്ഷെ ഈസി ആയിട്ട് നൈറ്റൈ അത് ഓരോ കൈയിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ഹീറോ ഓടി വരും, ചാടി ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഓരോ തവണയും അവന്റെ പഞ്ച് അത് മിസ്സായിക്കൊണ്ടേയിരിക്കും. ഇസുക്ക് പയ്യൻ അവൻ വാച്ചിലേക്ക് നോക്കും. 1 മിനിറ്റ് അത് കഴിഞ്ഞുപോയി. ഇനി അവന്റെ മുൻപില് 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളില് ആ സീല് അത് കൈക്കലാക്കണം. പക്ഷെ അപ്പോഴായിരിക്കും നൈറ്റൈ അവന്റെ പവറിനെ കുറിച്ച് കറക്റ്റായിട്ട് പറയാ. അവൻ ആരുടെയെങ്കിലും കണ്ണിലേക്ക് അല്പസമയം നോക്കി നിന്ന 1 മണിക്കൂറില് അവരെന്തൊക്കെ ചെയ്യുമെന്ന് അവന് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അത് കേട്ട് ഹീറോ അവൻ ഷോക്കാവും. ഹീറോ നിസ്സഹായനായി നിൽക്കുന്ന കാണുമ്പോ ഇപ്പൊ നൈറ്റൈ അവനെ കളിയാക്കാൻ തുടങ്ങും. നിന്റെ കയ്യിൽ പവറുണ്ട്, പക്ഷെ അത് കുരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയതുപോലെയാണ്. ചിരിക്കുട്ടൻ ഈ ഒരു പവർ അത് ചുന്ദരക്കുട്ടപ്പന് കൊടുക്കായിരുന്നെങ്കിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം തീർച്ചയായിട്ടും ഉണ്ടായേനെ. പക്ഷെ അവൻ എന്തുകൊണ്ടാണ് നിന്നെപ്പോലൊരു വേസ്റ്റിനെ തെരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഹീറോ ഷോക്കാവും. ഇവനും ചിരിക്കുട്ടൻ എനിക്കാണ് 1 for all പവർ തന്നതെന്ന് അറിയോ? ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പൊ നൈറ്റൈ അവൻ വീണ്ടും ചോദിക്കും, നിന്റെ കയ്യില് അങ്ങനെ സ്പെഷ്യലായിട്ട് എന്ത് പവറാ ഉള്ളത്? ഹീറോയ്ക്ക് കലി കയറി അവന്റെ ഫുൾ പവർ എടുത്ത് നൈറ്റയുടെ പിന്നാലെ ഇപ്പൊ വട്ടമിട്ട് ഓടും. പക്ഷെ അപ്പോഴും അവനെ കൊണ്ട് ആ സീലെടുക്കാൻ കഴിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഒരു പക്ഷേ
തോൽവി സംഭവിച്ചാലും ഞാൻ എന്റെ ശ്രമം അതൊരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ആ സീല് അത് തട്ടിപ്പറിക്കാനായി ശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഹീറോ ഉടനെ അവിടെ ഉണ്ടായിരുന്ന കുറെ പേപ്പറും ബുക്കും ഒക്കെ നൈറ്റയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞ് വീണ്ടും ആ സീല് അത് തട്ടിയെടുക്കാൻ അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കും. പക്ഷേ നൈറ്റ് സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിക്കും. അവൻ അങ്ങനെ പോയി തെറിച്ച് ചുമരിടിച്ച് ഇപ്പൊ താഴെ വീഴും. അവൻ ടൈം നോക്കും. അവൻ അനുവദിച്ച 3 മിനിറ്റും അവസാനിച്ചിരിക്കുകയാണ്. ഇസുക്ക് പയ്യൻ അവൻ ഒരുപാട് വിഷമത്തില് അങ്ങനെ തല കുനിച്ചു നിൽക്കും. പക്ഷെ നൈറ്റ് അവനെ വീണ്ടും വീണ്ടും കളിയാക്കിക്കൊണ്ടേയിരിക്കും. നൈറ്റ് അവൻ ആ റൂമിന് ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും അവനൊരു കാര്യം ശ്രദ്ധിക്കുക. ചിരിക്കുട്ടന്റെ ഫോട്ടോ, ബൊമ്മ അതൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും അവന്റെ കാൽപ്പാടുണ്ട്. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് ചിരിക്കുട്ടനോടുള്ള സ്നേഹവും ബഹുമാനവും അവന് മനസ്സിലാവും. മാത്രമല്ല ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അത് ഗ്രാൻഡ് ടൊറീനോയ്ക്ക് മാത്രമേ കഴിയൂ. അപ്പൊ ഇസുക്ക് പയ്യൻ അവൻ ചില്ലറക്കാരനല്ല എന്ന് നൈറ്റയ്ക്ക് മനസ്സിലാവും. അപ്പൊ കറക്റ്റ് ടൈമില് നമ്മുടെ ചുന്ദരക്കുട്ടനും ബബിള് പെണ്ണും അവര് ഡോർ തുറന്ന് അകത്തേക്ക് വരും. അവർ ചോദിക്കും, എന്തായി, അവൻ ഈ ടെസ്റ്റില് പാസ്സായോ? അതിന് നൈറ്റായി പറയും, അവൻ എന്റെ ടെസ്റ്റിൽ തോറ്റുപോയി, പക്ഷെ കുഴപ്പമില്ല, അവനെ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. അത് കേട്ട് അവർ രണ്ടുപേര് ഹാപ്പി ആവും. ഇവിടെ ഇസുക്ക് പയ്യനാണെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ ഡബിൾ ഹാപ്പി ആയിട്ട് ഇപ്പൊ തുള്ളിച്ചാടാൻ തുടങ്ങും. അപ്പൊ ഒരു സെക്കൻഡ് ഇപ്പൊ ഇസുക്ക് പയ്യൻ അവൻ ഷോക്കാവും. അവൻ ചോദിക്കും, ഞാൻ ഈ ടെസ്റ്റിൽ പാസ് ആയിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നെ തെരഞ്ഞെടുക്കാൻ കാരണം? അതിന് നൈറ്റ് ചിരിച്ചിട്ട് പറയും, ഞാൻ ഒരിക്കലും നീ സീൽ ചെയ്തിട്ടില്ല എങ്കിൽ നിന്നെ സെലക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ചിരിക്കുട്ടൻ നിന്നെ സജസ്റ്റ് ചെയ്തപ്പോഴേ ഞാൻ നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആക്ച്വലി നൈറ്റയ്ക്ക് ചിരിക്കുട്ടൻ ആ ഒരു 1 പവർ ഇസുക്ക് പയ്യന് കൊടുത്തത് തീരെ ഇഷ്ടായിരുന്നില്ല. അവൻ പ്രതീക്ഷിച്ചത് അത് ചുന്ദരക്കുട്ടന് കൊടുക്കും എന്നാണ്. കട്ട് ചെയ്ത നൈറ്റ് അവൻ ആ സീലെടുത്ത് ഇപ്പൊ ഇസുക്ക് പയ്യന്റെ കയ്യിൽ കൊടുക്കും. ഇത് നിനക്കുള്ളതാണ്, നീ തന്നെ നിന്റെ ആപ്ലിക്കേഷൻ ഫോമില് സീൽ ചെയ്യുക. എന്നിട്ട് നീ എന്താണെന്നും നിന്റെ പവർ അത് സൊസൈറ്റിക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്ന് നീ തന്നെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. അതിന് ഹീറോ, ഇതെന്തായാലും ഈ വെല്ലുവിളി അത് ഞാൻ സ്വീകരിക്കും. എന്റെ പവർ അത് ഈ സമൂഹത്തിനുള്ളതാണ്, ഒരിക്കലും അത് വേസ്റ്റ് ആയി പോവില്ല എന്ന് പറഞ്ഞ് അവൻ ആ സീലെടുത്ത് ഇപ്പൊ ആപ്ലിക്കേഷനിൽ പതിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആള് അവൻ ഹോസ്റ്റലിലേക്ക് വന്ന് എല്ലാ ഫ്രണ്ട്സിനോടും അവന് സെലക്ഷൻ കിട്ടിയ കാര്യം പറയും. എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിട്ട് അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. പക്ഷെ ഒരാൾക്ക് മാത്രം അത് സഹിക്കാൻ കഴിയില്ല, ചപ്രത്തലയൻ. അവൻ ഒരുപാട് ദേഷ്യത്തില് ഇപ്പൊ ഹീറോയെ തുറച്ചു നോക്കും. അതിന് ടോഡ്രോക്ക് പറയും, എല്ലാവരും ട്രെയിൻ ചെയ്ത് ഇപ്പൊ കേറിപ്പോവാണ്, നമുക്കും എത്രയും പെട്ടെന്ന് പ്രൊഫഷണൽ ലൈസൻസ് അത് നേടിയെടുക്കണം. കട്ട് ചെയ്ത ഡോറയും പ്രോഫിയും അവർ രണ്ടുപേരും ഒരുപാട് സാഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഇന്റേണില് നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ ട്രെയിനിങ് എടുക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയൂ. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവര് കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോഴായിരിക്കും കാക്കത്തലേന് ഒരു ഇൻവിറ്റേഷൻ വരിക. അവനിപ്പോ സൂപ്പർ ഹീറോസിന്റെ കൂടെ പോയി വർക്ക് ചെയ്യാം. അവൻ ഓക്സ് എന്ന പേരുള്ള സൂപ്പർ ഹീറോയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്സ് എന്നുള്ള പേര് അത് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ എല്ലാവരും ഷോക്കാവും. ആക്ച്വലി അവരാണ് ടോപ്പ് 10 ഹീറോസിലെ നമ്പർ 3 ഹീറോ. അതുപോലെ തന്നെ ചോപ്പിനെയും ഡോറയെയും പ്രോഫിയെയും അവരെ 3 പേരെയും വിക്ടറിയിലെ കാൻഡിഡേറ്റ്സ് അന്വേഷിച്ചു എന്നവരറിയും. അവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട്, എങ്കിലും എന്തിനായിരിക്കും അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക? എന്തായാലും കുഴപ്പമില്ല, ഇതാണ് പറ്റിയ ചാൻസ് എന്ന് പറഞ്ഞ് അവർ 3 പേരും അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ മിനട്ടോ അവൻ ഇന്റേൺഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ആ ഒരു മൗണ്ട് ലേഡിയെ കുറിച്ചായിരിക്കും ഓർമ്മ വരിക. മറ്റൊരു ഭാഗത്ത് ഹീറോ അവൻ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് 1 പവർ അത് തനിക്ക് വെർത്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്നൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ നമ്മുടെ ചെക്കൻ നൈറ്റ് ചെന്ന് മീറ്റ് ചെയ്യും. അവൻ ചെന്നുടനെ അവർക്കൊരു ടാസ്ക് കൊടുക്കും. മറ്റൊന്നുമല്ല, പാട്രോളിങ്ങിലേക്ക് പോകണം. നമ്മുടെ ഹീറോയും ചുന്ദരക്കുട്ടനും ഒരു ടീം, ബബിൾ ഗേളും നൈറ്റയും അവര് മറ്റൊരു ടീം. നൈറ്റായി പറയും, വളരെ സീക്രട്ട് ആയിട്ട് മാത്രമേ ഈ സർവൈലൻസ് അത് നടത്താൻ പാടുള്ളൂ. ആ കൊച്ചു വില്ലൻ അവനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിരിക്കും നമ്മുടെ 2 ടീമും ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കുക. നൈറ്റായി പറയും, ഇവൻ ഓൾറെഡി പോലീസിന്റെ സർവൈലൻസിലാണ്, അതുകൊണ്ട് അവനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ കാഷ്വൽ ആയിട്ട് മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. അവനെ സീക്രട്ട് ആയിട്ട് ഫോളോ ചെയ്ത് ലീഗ് ഓഫ് വില്ലൻസിനെയും അവന്റെ ടീമിനെയും കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണം എന്ന് നൈറ്റായി പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.